ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് മുൻപേ ജനിച്ച കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാളാണ് ആഘോഷിക്കുക. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. സ്നാപക യോഹന്നാൻ്റെ ജനനം യഥാർത്ഥത്തിൽ ഒരു അത്ഭുത ജനനമായിരുന്നു. യഹൂദ വിശ്വാസമനുസരിച്ച് വിവാഹിതരായിട്ടും മക്കളുണ്ടാകാതിരിക്കുക ദൈവത്തിൻ്റെ ശാപമായി കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിലുപരി സമൂഹമധ്യത്തിൽ എപ്പോഴും അവർ തിരസ്കൃതരും നിന്ദിതരും അപമാനവിധേയരുമായിരുന്നു. അങ്ങനെ ഏറെ നൊമ്പരം അനുഭവിച്ച ഒരു കുടുംബമായിരുന്നു സക്രിയായുടെയും എലിസബത്തിൻ്റെയും. അവരുടെ ജീവിതം ദൈവത്തിന് സമർപ്പിതമായിരുന്നു. ദൈവിക ശുശ്രൂഷയായിരുന്നു അവർ ചെയ്തിരുന്നത്. വിശുദ്ധ ദേവാലയത്തിൽ ധൂപാർച്ചന നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സക്രിയായോട് സംസാരിക്കുന്നുണ്ട്. ദൈവം എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഇടം കൂടിയാണത്. ദൈവത്തിൻ്റെതായ പദ്ധതിയുണ്ട്, അവിടുത്തെ സമയമുണ്ട്. യോഹന്നാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടും ഈ വചനങ്ങളെല്ലാം സത്യമാവുകയാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതികൾ മാനുഷിക ബുദ്ധിക്ക് അതീതമായതാണ്. വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, അബ്രഹാത്തെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന സക്രിയായും എലിസബത്തും ദൈവകരങ്ങളാൽ വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ കഴിയത്തക്ക വിധം അവരുടെ ജീവിതം അനുഗ്രഹീതമായി രൂപാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും വ്യത്യസ്തമാണ്. അപ്രകാരം ആ വ്യത്യസ്തതയുടെ പൂർണ്ണത എലിസബത്തിൻ്റെയും സക്രിയയുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന ദൈവം ഇന്നോളം നിരസിക്കുകയായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ തിരുഹിതത്തിന് വിധേയമായി ഒരുക്കുകയായിരുന്നു. ഡിലേഡ് പ്രേയേഴ്സ് ആർ നോട്ട് ഡിനൈഡ് പ്രേയേഴ്സ് എന്നൊരു ചൊല്ലുണ്ട്. സത്യമാണ്. നമ്മുടെ പ്രാർത്ഥന ഉത്തരം നൽകാൻ വൈകി എന്ന് കരുതി പ്രാർത്ഥന നിരസിച്ചു എന്നർത്ഥമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ ആഴവും ബലവും ഉണ്ടാകും. എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് റിമെമ്പേർഡ് എന്നാണ്. ദൈവം ഓർത്തു. സക്കറിയ എന്ന വാക്കിൻ്റെ അർത്ഥമാകട്ടെ ഗോഡ്സ് പ്രോമിസ് എന്നാണ്. അതെ, ആ രണ്ട് പേരുകളും കൂട്ടി വായിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ദൈവം തൻ്റെ വാഗ്ദാനത്തെ ഓർത്തു. അതെ, അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ദൂതൻ പുരോഹിതനായ സക്രിയയോട് സംസാരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അദ്ദേഹം വാപൊളിച്ചു നിന്നുപോയി. പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ, അവിടുത്തെ തീരുമാനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിശബ്ദരായി പോകാറുണ്ട്. പക്ഷെ ഓർക്കുക, എല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുന്ന ദൈവം അപ്രകാരം വാർദ്ധക്യത്തിലും നന്മയായി രൂപാന്തരപ്പെടുത്തും. പ്രകൃതി നിയമങ്ങളെ അതിജീവിച്ച് ഇഷ്ടമുള്ള പേരിൽ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഇടം കൂടിയാണത്. വാർദ്ധക്യത്തിലായിരുന്നിട്ടും ഗർഭധാരണ സാധ്യതകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും ദൈവം തൻ്റെ ഇടപെടലിലൂടെ വാർദ്ധക്യത്തിൽ എലിസബത്തിനും സക്രിയയ്ക്കും ഒരു പുത്രനെ നൽകി. അവൻ്റെ പേര് യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. നിന്റെ ചാർച്ചക്കാരിൽ ആരിലും ഈ പേരില്ലല്ലോ എന്ന് പറയുമ്പോൾ എലിസബത്ത് പറയുന്നു, അതങ്ങനെയല്ല, ഇതാണ് ദൈവഹിതം, ഇങ്ങനെയാണ് അവൻ വിളിക്കപ്പെടേണ്ടത്. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ വിളിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ പൊന്നോമന പുത്രന് വഴിയൊരുക്കുവാൻ മുൻപേ നടക്കേണ്ടവൻ. അവൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കും. അവൻ്റെ വാക്കും പ്രവൃത്തിയും ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് മുൻപേ ജനിക്കുകയും ക്രിസ്തുവിന് മുൻപേ നടന്ന് അവന് വഴിയൊരുക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ നമുക്കായിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കുവാനും ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നു പോകുവാനും നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.